ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ത്രില്ലിങ് കൂടി വന്നു. അത് ഇന്ദ്രേട്ടനെ തന്നെ കാണിച്ചപ്പോൾ തന്നെ ഞാനങ്ങ് സീറ്റിൽ ഉറപ്പായി. എൻ്റെ ചന്തി അതിലങ്ങ് ഒട്ടി ഇന്ദ്രേട്ടനെ കണ്ടപ്പോൾ തന്നെ. ഇന്ദ്രേട്ടൻ്റെ കുറേ കോമഡികളൊക്കെ വരാനുണ്ട്. പക്ഷേ ഇന്ദ്രേട്ടൻ ഇത് സെറ്റാണ്, പുള്ളിയാണ്. കുറച്ച് ആൾക്കാർ കുറവായിരുന്നു. ഈ നടികർ കാണുന്നതും പിന്നെ നിവിൻ പോളി ഏട്ടൻ്റെ സിനിമ കാണുന്നവരെല്ലാവരും വന്ന് ഈ സിനിമ കാണുക. കാര്യം വെച്ചാൽ ഈ 2 സിനിമേനെ വെച്ച് ഈ 3 സിനിമേനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പടം നല്ലതാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്, നല്ലൊരു മെസ്സേജും തരുന്ന മൂവിയാണ്. പഠിത്തമുള്ളവരും പഠിത്തമുള്ളവരും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട്. അവർക്കുണ്ട് ലോണും കാര്യങ്ങളും, 100 ലോണുകളുണ്ട്. നമ്മളെപ്പോലെ പാവപ്പെട്ടവർക്കും ഉണ്ട്. ഇസാഫുണ്ട്, IDFC ഉണ്ട്, മുത്തൂറ്റുണ്ട്. ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ എത്ര 1000 രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഇസാഫുകാരൻ വന്ന്, അടുത്ത ദിവസം കഴിയുമ്പോൾ മുത്തൂറ്റുകാരൻ വന്ന്. അതേപോലെ അവർക്ക് കാർ ലോണുണ്ട്, ഫ്ലാറ്റിൽ വാടക കൊടുക്കണം, പിന്നെ വെള്ളത്തിൻ്റെ വാടക കൊടുക്കണം, സെക്യൂരിറ്റിക്ക് കൊടുക്കണം. അങ്ങനെ ചില്ലറ ചവറുകളെല്ലാം ഈ പടം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് പാവപ്പെട്ടവനും സാധാരണക്കാരൻ്റെ ജീവിതം എന്തരാണെന്ന് അത് നമുക്ക് ഈ സിനിമ നല്ലൊരു മെസ്സേജ് കാണിച്ചു തരുന്നുണ്ട്. ഈ പടം നല്ല പടമാണ്. ഇന്ദ്രേട്ടൻ്റെ പടം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു മൂവിയാണ്. കുടുംബ പ്രേക്ഷകർ തന്നെ ഈ പടം വന്ന് കണ്ട് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ ചൊറി പടങ്ങളെ പോയി കണ്ട് ആവശ്യമില്ലാതെ നമുക്ക് നല്ലത് തന്നെ പറയണം. പടം കണ്ടിട്ട് അഭിപ്രായം പറയുക. പടം കാണാൻ വളരെ ആൾ കുറവായിരുന്നു. പക്ഷേ ഇത്രയും നല്ലൊരു മൂവി കാണാൻ എന്തുകൊണ്ട് ആൾ വന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഇന്ദ്രേട്ടൻ്റെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നല്ലൊരു തിരിച്ചു വരവ് പോലെ തന്നെയാണ് പുള്ളി വന്നത്. നല്ല മൂവിയായിരുന്നു ഒരുപാട് നാൾക്ക് ശേഷം. പിന്നെ കോമഡി പുള്ളിയുടെ വേറെ ലെവലാണ്, അറിയാമല്ലോ. പിന്നെ കുറച്ച് ഉടായ്പ പരിപാടികളുണ്ട് പുള്ളിയുടെ. അതായത് ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ വേറൊരു സ്ത്രീനെ കാണുമ്പോഴത്തേക്കുള്ള ഒതുക്കും കാര്യങ്ങളൊക്കെ, അങ്ങനെ ആ ഒരു സെറ്റപ്പൊക്കെ ഈ പുള്ളിയുടെ പടം കാണാൻ പോകുന്നത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണാനാണ്. അത് കാണുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഭാര്യ എന്നെ പിടിച്ചളായി. അതാണ് ഞാൻ ചെയ്യാത്തത്. നമ്മൾ സിനിമയിൽ കാണും പോലെ നമ്മളെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുക ചെയ്ത ആഗ്രഹമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ കണക്കിനെയും മഹിമ നമ്പ്യാരനെയും പിന്നെ മഞ്ജു വാര്യറിനെയും പിന്നെ ആരാ അങ്ങനെ നിത്യേനെ അവരെയൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കണ കേസാണ്. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റിയൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞതാണ് കേട്ടാ. നല്ല പടമായിരുന്നു. എല്ലാവരും പോയി കാണുക, പടം വിജയിപ്പിക്കുക എന്നെനിക്ക് പറയാം.